ഹായ് ഹലോ നമസ്കാരം. സംഭവം ഒന്ന് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് സംഭവം ഒന്ന്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ജിത്തു സതീശൻ മംഗലത്ത്. അദ്ദേഹം ഇതേ സമയത്ത് കഴിഞ്ഞ വർഷം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, സംഭവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടില്ല, നല്ല അഭിപ്രായം കേട്ടു. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് ഫഫ ബ്രദേഴ്സാന്ന് തോന്നുന്നു, നമ്മുടെ ഫായിസ് ഫഹദ്. ഇതിൽ ഫഹദ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഒരു പോലീസ് വേഷമാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോഡ്വിൻ തോമസ് ആണ്. ഒരു ഓക്കെ വർക്കാണ്, ഗംഭീരമായിട്ടുള്ളൊരു മ്യൂസിക്കൊന്നും ഈ സിനിമയില്ല. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചെങ്കിലും നമുക്ക് ഈ മ്യൂസിക് എല്ലാം ഒന്ന് കണക്റ്റ് ആവുന്നത്. അതുവരെ വലിയ ഇങ്ങനെ ഒരു ഒരു ഓക്കെ പടമായിട്ടാണ് പുള്ളിക്കാരൻ ഗോഡ്വിൻ തോമസ് അതിൽ സ്കോറും പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത് നമ്മുടെ നവീൻ നാജോസ്. കാടിൻ്റെ അനന്ത സാധ്യതകളെ ഒപ്പിയെടുക്കാനായിട്ട് നവീൻ നാജോസിന് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ എഡിറ്ററായിട്ടുള്ളത് അർജുൻ പ്രകാശ്. കിഡിലിനായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു മിസ്റ്ററി ത്രില്ലർ ഉള്ള ഒരു മൂഡുള്ള പടമാണെങ്കിൽ പോലും ഇതൊരു ടൈം ലൂപ്പല്ലേ. അപ്പോൾ ആളുകൾക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് പണി വെക്കണം. ആ പണ്ണലിൽ എഡിറ്റിങ് നന്നായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. കാരണം ഇത് ജസ്റ്റ് ഇരുന്ന് കണ്ടാൽ മതി. അത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ ഉറക്കില്ല. കാരണം ഇത് ഇടയ്ക്കൊരു നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ ജിത്തു സതീശൻ മേക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും പുറമെ ഇതിൽ ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഈ പടം കണ്ടപ്പോൾ ഇതിൽ എനിക്കൊരു പക്ക പ്ലസ് തോന്നിയത് ഇതിൻ്റെ ഓഡിയോഗ്രാഫിയാണ്. നമ്മുടെ വിഷ്ണു ഗോവിന്ദ് കിട്ടിയില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് ഫ്രം വിഷ്ണു ഗോവിന്ദ്. അദ്ദേഹം ഒരുപാട് പടങ്ങൾ അറിയാലോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച വർക്കായിരിക്കും ഇത്. എക്കോ അതുപോലെ പരിപാടിയൊന്നും അല്ല ഇതിൽ അദ്ദേഹം വർക്ക്. അദ്ദേഹത്തിൻ്റെ കാരണം ഒരു കാടിലെ ഒരു നിഗൂഢമായിട്ടൊരു കാട്, നമ്മളെ ഒരു ലൂപ്പല്ലേ. അപ്പോൾ ഒരു കാട്ടിൽ പോയിട്ട് ആ കാടിനുള്ളിൽ ഉള്ള എല്ലാം വന്യജീവികളെല്ലാം പറയുന്നത്, അവിടെയുള്ള ഒരു ഇല മുതൽ അവിടെ അരിക്കുന്നൊരു പുഴുവനെ വരെ നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ പുള്ളിക്കാരൻ സൗണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അസ്കർ അലിയുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുറേ പടങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ഫ്ലോപ്പായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ കാമുകി പോലെ സിനിമയ്ക്ക് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. അങ്ങനെ കുറേ ഉളപ്പടങ്ങൾ ചെയ്തിട്ട് അവസാനം പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ള ഒരു പടമാണ് ഇത്, നമ്മുടെ ഈ സംഭവം ഒന്ന്. അദ്ദേഹത്തിന് ഈ ഒരു സീരീസ് ആണല്ലോ, 2, 3 ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഒരു നല്ലൊരു ഒരുപാട് സിനിമകളിലേക്ക് ഇനിയും വേഷം കിട്ടും. കാരണം ഇതിൽ അദ്ദേഹം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അസ്കർ അലി സൂപ്പർ. പക്ഷേ ഇടയ്ക്ക് ആസിഫ് അലി അദ്ദേഹത്തിന് കയറി വരുന്നുണ്ട്. ആസിഫ് അലിയുടെ ചില മാനറിസങ്ങളെല്ലാം പുള്ളിക്കാരന് കാണിക്കുന്നുണ്ട്. അത് ഓക്കെ, പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ വേറെ ആക്ടറായിട്ടുള്ള നമ്മുടെ വിനീത് കുമാർ, നമ്മുടെ കൺമഷി, അതുപോലെ തന്നെ മേലവിലാസം പോലെ കുറേ സിനിമകൾ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടനെ വെച്ചൊരു പടം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള ക്യാരക്ടറാണ് വിനീത് കുമാർ. ഒരു ഓക്കെ ക്യാരക്ടർ, ഒരു റഫായിട്ടുള്ള ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് വലിയ വേഷങ്ങളൊന്നുമില്ല, വലിയ വേഷം ഈ പാട്ടിൽ ഈ സിനിമയിലില്ല. ഉണ്ടാവാതിരിക്കാം അടുത്ത പാട്ടിലൊക്കെ. ഇതിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിലും പുള്ളിക്കാരൻ ഒരു പോലീസ് ഓഫീസറായിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സെന്തിൾ ഇതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഒരു പോലീസ് ഓഫീസറാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതന് വെയ്യാത്ത ക്യാരക്ടർ പുള്ളിക്കാരൻ എന്തിനാ ഇങ്ങനെ കൊടുക്കണത്? നല്ല ആക്ടറല്ല, ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ആക്ടറാണ്. 1-2 ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നു. അത് സംഭവം എത്ര പ്രധാനമുള്ള ക്യാരക്ടറാണെങ്കിലും അത് വലിയ സംഭവമൊന്നുമല്ല. സിദ്ധാർത്ഥ് ഭരതനൊന്നും ഈ സിനിമയിലേക്ക് ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ ഇതിൽ നമ്മുടെ ഒരു അസീം ജമാൽ എന്ന് പറയുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി മച്ചാൻ, പുള്ളിക്കാരൻ ഇതിലുണ്ട്. അത് പുള്ളിക്കാരൻ ഏത് സിനിമയിലും വളരെ കാഷ്വലായിട്ടാണ് പുള്ളിക്കാരത്തിൽ പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അത് എത്ര കഥാപാത്രം ആവശ്യപ്പെട്ടാലും അദ്ദേഹം ഒന്ന് ഇതാവണം, ഒന്ന് പ്രൊഫഷണൽ ആവണം. ഇത് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം മാത്രം ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, പക്ഷേ എങ്കിലും എനിക്ക് പേഴ്സണലി അത് വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പം അങ്ങനെ ചില ആളുകളുടെ ഒരു മിസ്കാസ്റ്റ് ഈ സിനിമയിലുണ്ട്. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ ഈ സിനിമ അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കാട്ടിലേക്ക് ഒരു കാട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ശരിക്കും നമ്മളെ കാടാണ് ഭയപ്പെടുത്തുന്നത്. അവിടെയുള്ള ജീവികളോ ജീവജാലങ്ങളോ അല്ല, കാടിൻ്റെ ശബ്ദങ്ങളും കാടിനെ കണ്ട് നമ്മൾ ഭയപ്പെടുന്നു. അവിടുത്തെ ശബ്ദം കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ജോണർ എന്ന് പറയുന്നത് ഒരു മിസ്റ്റർ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഒരു ലൂപ്പ് ഉള്ളതുകൊണ്ടും ഇത് കൂടുതലായിട്ട് ഞാൻ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടിലേക്ക് കുറച്ച് ആളുകൾ ചെന്നെത്തിപ്പെടുകയാണ്. ആ ചെന്നെത്തിപ്പെടുന്ന അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല. ആ ചെന്നെത്തിപ്പെടുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ആ കാട്ടിലെ ഒരു ലൂപ്പുണ്ട്. ആ ലൂപ്പിലേക്ക് ഇവർ കുറേ മിത്തിനെ കൊണ്ടുവന്നിട്ട് പിടച്ചിട്ടുണ്ട്.
അതാണ് പലപ്പോഴും ഈ ആളുകൾക്ക് അല്ലെങ്കിൽ എഴുതുമ്പോൾ സമയത്തിന് ഈ മിത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് പലർക്കും. അതായത് ഈ എഴുതി വരുമ്പോൾ ദൈവം ദൈവം എന്നുള്ള കൺസെപ്റ്റ് പലപ്പോഴും വരുന്നുണ്ട്. അതല്ലാതെ പല രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ സ്ക്രിപ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഇത് മോശം എന്നല്ല പറഞ്ഞത്. പക്ഷെ പല സിനിമകളും നമ്മൾ ഈ സിനിമകൾ കാണുന്ന സമയത്ത് ഈ മിത്തുകൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ഇനി എല്ലാതരം ഓഡിയൻസിനെയും ഇഷ്ടപ്പെടുത്താൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ നന്നായിരിക്കും. ഒരു പുതുമയുള്ള ഒരു 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 എലമെൻസ് അല്ല, അല്ലെങ്കിൽ പുതുമയുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ എല്ലാം നന്നായി ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ ഇതിൽ നമ്മുടെ പോർച്ചുഗീസുകാരുടെ എൻട്രി കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ എഫക്ട്സ് പരിപാടിയൊക്കെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി അങ്ങനെ ഒരു ലൂപ്പിൽപ്പെട്ട കുറച്ച് ആളുകൾക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കാത്ത ഒരു പരിപാടിയും, പുറത്തേക്ക് കടന്ന ശേഷം വീണ്ടും അവർക്ക് തിരിച്ച് ഈ കാട്ടിലേക്ക്, ഇല്ലെങ്കിൽ ആ ക്യാരക്ടറിന് കാട്ടിലേക്ക് വീണ്ടും പ്രവേശിച്ചേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ സിനിമ ചെന്ന് അവസാനിക്കുന്നത്. കാരണം അടിയോടെ അരിഞ്ഞാൽ മാത്രമാണ് ഇത് ലൂപ്പ് മാറൂ അങ്ങനെയുള്ള പരിപാടിക്ക് സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ കണ്ട് ആസ്വദിക്കുക. നല്ല അറ്റ്മോസ്ഫിയർ ഉള്ളത് ഈ സിനിമ കാണുവാണെങ്കിൽ ഞാൻ ഇപ്പോഴും സജസ്റ്റ് ചെയ്യും. ഇതൊരു ടൈം ലൂപ്പ് മൂവിയാണ്, മിസ്റ്ററി ത്രില്ലർ മൂഡാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മുതൽ തന്നെ ഈ സിനിമ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയിൽ കയറി എന്നാൽ ഈ സിനിമ കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. 2 മണിക്കൂറേ ഈ സിനിമയുള്ളൂ. അപ്പോൾ സിനിമ കാണാം. ഇങ്ങനത്തെ ഒരു മൂഡ്, ഈ ഒരു ജോണർ ഇഷ്ടമുള്ളവർക്ക് ഈ സിനിമ കാണാം. ഓക്കെ, വെയിറ്റിംഗ് അധ്യായം 2 കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ. താങ്ക് യു.